പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. സുഗ്രീവനെ ശ്രീരാമൻ്റെ വിരഹതാപം അറിയിക്കാൻ പുറപ്പെടുകയാണ് ലക്ഷ്മണൻ. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നീടിനാൽ കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കടജാതികൾ എന്ന് തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജസംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച് പരാപരനാനന്ദമൂർത്തി ജഗന്മയൻ ഈശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗൻ മായാനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മാനുഷവ്യാപാരജാതയാം രാമായണാഭിധാം ആനന്ദദായിനിം സൽക്കഥാം ഇപ്രപഞ്ചത്തിങ്കലൊക്കവെ വിഖ്യാതയാക്കുവാൻ ആനന്ദപൂരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തത്ക്രിയാകാലദേശോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെപ്പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തൻ അദ്വയൻ കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ വ്യോമവദ്വ്യാപ്തൻ അനന്തൻ അനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലർ അറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണുലിയിട്ടിത് മർക്കടന്മാർ അവനെ കണ്ടു പേടിച്ചു ചക്രുഹു കിലുകില ശബ്ദം പരവശാൽ വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചേവരും പേടിച്ച് മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാർ അങ്ങുമിങ്ങും ധൃതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചത് ഭല്ലൂകവൃന്ദവും വല്ലാതെയായത് ലക്ഷ്മണനാഗതനായത് അറിഞ്ഞത തത്ക്ഷണം അംഗദൻ ഓടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞ് താൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവത്സ ത്വം പിതൃവ്യനെ കണ്ട് ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്ന് ആശുനി ഇച്ഛയായുള്ളത് ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും ഉഗ്രനാം അഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിൽ എങ്കിലതേ വരൂ എന്നരുൾ ചെയ്തത് ചെന്നു പറകെന്ന് ചൊന്നതു കേട്ടൊരു ബാലിതനേനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിന് കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്ന് ആപത്ത് അല്ലായകിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനത് കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ അംഗദനോടുകൂടി അന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക
ശാന്തനായൊരു സുമിത്രാതനേനെ മാരുതിയെ പറഞ്ഞ് ഏവമയച്ചത താരയോട് അർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകണമാശു നീ താരേ മനോഹരേ, ലക്ഷ്മണൻ തന്നെ ചാരത്വ ചെന്ന് കോപത്തെ ശമിപ്പിക്ക. സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ട് ഇങ്ങു പോന്ന എന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നീടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൾ. ഭക്തിയാ കുശല പ്രശ്നങ്ങളും ചെയ്ത് സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലാമാറെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയം രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യം പിടിച്ച് ആശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിത്. യോധപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ട് ആനന്ദം ഉൾക്കൊണ്ട് മധ്യകക്ഷ്യാം ചെന്ന് മാനിച്ചു നിന്ന നേരത്ത് കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി, താരാജഗൻ മനോമോഹിനി സുന്ദരി, ലക്ഷ്മി സമാനയായി നിൽക്കുന്നത്. അന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിത് എന്ന് അറിഞ്ഞീലയോ. ഭക്തനായി എത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാബല്യമേറും ഇത്യാദികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവത്കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ. വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിത്. 10 ദിക്കീന്നും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞത് കാൺക ഇവിടെ പുനരൊന്നിനും ദണ്ഡം ഇനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ട് അവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ച് കാര്യവുമാശു സാധിക്കാം അറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലിതേക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ. നീ രഘുസത്തമൻ തന്നെ മറന്നത് എന്തിങ്ങനെ? വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതം എന്നറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്ന് നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ട് അതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. ഇത്തം അരുൾ ചെയ്വതിന് എന്തു കാരണം? ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമൻ ഓർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നിത് താമസമെന്നിയെ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നേടുകയല്ല ഏതും. വിസ്മയമാമാറു കണ്ടീലയോ ഭവാൻ വേഗേന നാനാ ദിഗന്ധരത്തിങ്കൽ നിന്ന് ആഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കും ആമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ
സുഗ്രീവൻ അർഘ്യപാദ്യാദ്യേന പൂജ ചെയ്ത് അഗ്രഭാഗെ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹം ആഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതൻ അദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥം ഓർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തന്നെ യോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞ് അവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്കാ മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞത് ഞാനിടോ. വൈകാതെ പോകാ വനത്തിനു നാം ഇനി രാഘവൻ താനേ വസിക്കുന്നതും എടോ. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ എത്തുന്നു. അങ്ങനെ തന്നെ പുറപ്പെടുക, എങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ല എന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാദ്യൈ അലം അഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാദപത്ര വ്യജനവാൻ സാമരസൈന്യൻ ആഖണ്ഡലനെപ്പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന് ആമോദമോട് നടന്നു കപിവരൻ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ക്ഷീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിതചാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷിസഞ്ജയസേവിതം ദാന്തം മുദാ കണ്ടു ദൂരാൽ കപിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർനീടിനാൻ. സൗഖ്യമല്ലേ ഭവാന് എന്നുര ചെയ്ത് ഉടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവ് ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. വാനരന്മാരെ നാനാദിക്കിലേക്കും അയക്കുകയാണ്. ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോട് ഉണർത്തിച്ചത് അന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺപാർ തരുളേണം ആദരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരർ കാണായതൊക്കവേ നാനാ കുലാചല സംഭവന്മാർ ഇവർ നാനാ സരിദ്വീപ ശൈലനിവാസികൾ പർവ്വതതുല്യ ശരീരികൾ ഏവരും ഉർവീപതേ കാമരൂപികൾ എത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാർ ഇവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി. കേചിത് ഗജബലന്മാർ അതിലുണ്ടുതാൻ കേചിത് ദശഗജശക്തിയുള്ളോരുണ്ട് കേചിത് അമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാർ അറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോബലരൂപികൾ കേജിത് കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാർ അഥാപരെ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ട് കപിബലം മൂലഫലദള പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാർ ഇവർ താവക ആജ്ഞാകാരികൾ എന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവാ. ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ
പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ. കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി അനുമാൻ ഇവൻ. എന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ. ഗന്ധവാഹാത്മജൻ ഈശാംശസംഭവൻ. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപുണ്ടവൻ. മൈന്ദൻ വിവിധനും കേസരിമാരുതിനാഥൻ. മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും. ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ. ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ. താരൻ വൃഷഭൻ നളൻ വിനതൻ മമ. താരാതനയനാം അംഗദൻ. ഇങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാൻ ആവതല്ലാതോളം ഉണ്ടല്ലോ. വേണുന്നതെന്തെന്ന് ഇവരോടരുൾ ചെയ്യുക വേണം. എന്നാൽ ഇവർ സാധിക്കും ഒക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ച് ആലിംഗനം ചെയ്തു. സന്തോഷപൂർണ്ണ അശ്രുനേത്രാംബുജത്തോടും അന്തർഗതം അരുൾ ചെയ്തിത് സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിൽ ഓർത്തു കർത്തവ്യം കുരുഷ്വനീ. ജാനകീ മാർഗണാർത്ഥം നിയോഗിക്കനി വാനരവീരരേ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ട് വാനരവീരൻ അയച്ചിത് 4 ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകണം. ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ച് ദക്ഷിണദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാംബവാൻ മൈന്ദൻ വിവിധനും. തുങ്കൻ നളനും ശരഭൻ സുഷേണനും. വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങ് 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞ് ഇങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം. ഏണാംഗശേഖരൻ തന്നാണേ നിർണയം. 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു. കാലമേ പോയാലും എന്നയച്ചീടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്ന് ഭാഗവതോത്തമനും ഇരുന്നീടിനാൻ. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്ത്യാ തൊഴുതിത് വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ച് ആദരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തീട് ഇത് സഖേ. രാമനാമാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ല എന്നു നിർണയം. പിന്നെ അടയാളവാക്കും അരുൾ ചെയ്തു. മന്നവൻ പോയാലും എന്ന് അയച്ചീടിനാൻ. ലക്ഷ്മീ ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കി കപിസഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കരബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ധൃതം. നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞ് അതിസത്വരം നീളെ നടക്കും ദശാന്തരെ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്ന് അതിക്രൂരനായ ഓരോ നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താർ. ഇത് ദശകണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം. നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖൻ അല്ല ഇവനെന്നു മാനസെ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയംപ്രഭാ യോഗിനിയുടെ ഗുഹയ്ക്കകത്ത് വാനരന്മാരൊക്കെ പ്രവേശിക്കുന്നു.
അന്ധകാരണ്യമാശു പുക്കീടിനാർ. അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്കകണ്ഠ ഓഷ്ഠതാലു പ്രദേശത്തോടും മർക്കടവീരർ ഉണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലീ തൃണഗണച്ഛന്നമായോന്നത് അതിലില്ലയല്ലീ ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ ആദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാർ. അതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അതുകൊണ്ട് കൽപ്പിച്ചാൽ നല്ല ജലം അതിലുണ്ടെന്ന് നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവர்களுം പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞത് ഇരുട്ടുകൊണ്ട് അന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ച് ആകുലാൽ ഖിന്നതയോടും നടന്നുപോയി. ചെന്നാർ അതീവ ദൂരം. തത്ര കണ്ടിത് മുന്നിലാമ്മാർ അതിധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനും ഏറ്റം ആനന്ദകരം പരം. വാവികളുണ്ട് മണിമയവാരിയാൽ ആപൂർണകളായി അതീവ വിശദമായി. പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമതുല്യമായി. പീയൂഷ സാമ്യ മധുദ്രോണ സംയുക്ത പേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം തത്രൈവ. വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം. മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാർ ഒരുത്തിയെ. യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി. പാവകജ്വാലാ സമാഭ കലർന്ന് അതിപാവനയായ മഹാഭാഗയെ കണ്ടു. തക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ട് മോദം പൂണ്ട് യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നത് എന്നു പറയണം. ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്ന് ഉത്തമമായുണ്ടൊരു പുരി ഭൂതലെ. തത്രൈവ വാണോ ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞത് 4 പേർ. നാരായണസമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നത് എന്നും അറിഞ്ഞാലും താതാജ്ഞയ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തത് തമ്മിൽ അന്യോന്യമായി. എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരിക എന്ന് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലായിടവും. ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞ് ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കിത് അറിയാതെ. ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യം എത്രയും. ആരെന്നതും ഞങ്ങൾ ഏതുമറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ.
യോഗിനിതാനും അതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവെ ഭക്ഷിച്ച് അമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിൻ. എന്നാൽ മമ വൃത്താന്തം ആദിയേ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവീ സമീപം ബുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിതപൂർവം അഞ്ജസാ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യസംവത്സരാണാം അയുതായുധം ഉത്സവം പൂണ്ട് വസിച്ചാൾ ഇഹ പുരാ. തത്സഖി ഞാൻ ഇഹ നാംന സ്വയംപ്രഭ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചത് ഹേമയും നിർമ്മലഗാത്രയും എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കൾ അത്ര വരികയും ഇല്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടം ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനൻ അക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചീട് അവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക, നാരായണസ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാഭരണ സ്തുതിച്ചാൽ വരും തവാ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായിക്കൊണ്ട് പോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൾ. സത്വരം പൂർവസ്ഥിതാടവി പുക്കിത്. ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.